നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണല്ലേ റിയലൈസേഷൻ അക്കൗണ്ട്. പക്ഷെ ആ റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ടല്ലോ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. ഞാനൊരു 100% ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന മോഡൽ എക്സാമിനും ഈ വരുന്ന പബ്ലിക് എക്സാമിനും റിയലൈസേഷൻ്റെ 5 മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിരിക്കും. അത്രയും എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. ഒരു ജേർണൽ എൻട്രീസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഏറ്റവും സിമ്പിളായിട്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് വന്നാൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണമെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. ഈ വീഡിയോ ലൈക്ക് ചെയ്താലേ മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, റിയലൈസേഷൻ ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നവർക്ക്. അപ്പോൾ എങ്ങനെയാണത് സിമ്പിളായിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ റിയലൈസേഷൻ്റെ ഫോമാറ്റ് ഇതാണ്. റിയലൈസേഷൻ അക്കൗണ്ട്, പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഓക്കെ, ദെൻ ഇതിലേക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മുടെ മനസ്സിൽ വേണം. നമ്മൾ എന്നിട്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. സുപ്രിയ മോണിക്ക 2 പാർട്ട്നേഴ്സ്, അവരുടെ റേഷ്യോ 3:2, അവരുടെ ലയബിലിറ്റീസ് തന്നിരിക്കുന്നു, ആസറ്റ്സ് ഒക്കെ തന്നിരിക്കുന്നു. എന്നിട്ട് പറയാണ് ഡെറ്റേഴ്സ് വിറ്റ് റിയലൈസ്ഡ്, അതായത് നമ്മൾ എന്താ ചെയ്യുന്ന ഡിസൊല്യൂഷനിൽ അസറ്റ് എല്ലാം വിൽക്കും, ലയബിലിറ്റി എല്ലാം പേ ചെയ്യും, ബാക്കിയുള്ളത് പാർട്ട്നേഴ്സ് വീതിച്ചെടുക്കും. എന്തെങ്കിലും ലാഭമൊക്കെ ഇനി വീതിച്ചെടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് 5% കുറച്ചിട്ടാണ് കിട്ടിയത്. സ്റ്റോക്ക് വിറ്റ് 7,000 രൂപ കിട്ടി, ഫിക്സഡ് അസറ്റ് വിറ്റ് 42,000 രൂപ കിട്ടി, റിയലൈസേഷൻ്റെ എക്സ്പെൻസ് ഒരു 1,500 രൂപ വന്നു, ക്രെഡിറ്റേഴ്സിന് എത്രയാണോ അത് മൊത്തം നമ്മൾ കൊടുത്ത് തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇത് വെച്ചിട്ട് റിയലൈസേഷൻ അക്കൗണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ലയബിലിറ്റി സൈഡ് നോക്കാം. ഈ ലയബിലിറ്റി സൈഡിലെ ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, റിയലൈസേഷൻ അക്കൗണ്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക്, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഏതാ, ഈ സൈഡിലേക്കാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ കിടക്കുന്ന ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുക, ഈ സൈഡിലേക്ക് എഴുതാം. ഈ സൈഡ് എന്ന് പറയുമ്പോൾ ഏത് സൈഡാ, ഈ സൈഡിലേക്കാണ് എഴുതേണ്ടത്. അതായത് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാം. ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതുമ്പോൾ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ലയബിലിറ്റീസ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതുന്ന സമയത്തുണ്ടല്ലോ, ഇതിൻ്റെ മീനിങ് എന്താ, നമ്മൾ എന്താ ചെയ്യുന്നത്, കൊടുത്തു വീട്ടാനുള്ള ബാധ്യതകളൊക്കെ കൊടുത്തു വീട്ടുന്നതാണത്. അപ്പോൾ കൊടുത്തു വീട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത് നമുക്ക് കൊടുത്തു വീട്ടാനുള്ളതല്ല, പുറമേ ഉള്ളവർക്കല്ലേ കൊടുത്തു വീട്ടാനുള്ളത്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ കൊടുത്തു വീട്ടാനുള്ള ഒരു കടമല്ല. അതുപോലെ റിസർവ് ഫണ്ട് എന്ന് പറയുന്നത് കൊടുത്തു വീട്ടാനുള്ള ഒരു കടമല്ല. നമ്മൾ ബിസിനസ്സിൻ്റെ ലാഭം മാറ്റി വെച്ചിരിക്കുന്നതാണ് റിസർവ് ഫണ്ട്. അപ്പോൾ എന്ത് ശ്രദ്ധിക്കണം, ലയബിലിറ്റീസ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലും റിസർവ് ഫണ്ടും മറ്റ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്നാൽ അതൊന്നും ട്രാൻസ്ഫർ ചെയ്യണ്ട. അതല്ലാതെ ബാക്കി എന്തുണ്ടോ അത് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതല്ലാതെ ഇവിടെ ബാക്കി എന്താ ഉള്ളത്, സൺഡ്രി ക്രെഡിറ്റേഴ്സ് മാത്രമാണ് ഉള്ളത്, 48,000 രൂപ. അത് മാത്രം എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം നമ്മളിതാ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതാണ്, ബൈ ക്രെഡിറ്റേഴ്സ് 48,000 രൂപ, 48,000 ബൈ ക്രെഡിറ്റേഴ്സ്. ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ആ സൈഡിൽ നമ്മൾ എല്ലാം മാറ്റി കഴിഞ്ഞു. ഓക്കെ, ഇനി അവിടെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇനി അസറ്റ് സൈഡിലുള്ളതെല്ലാം എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങോട്ടേക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക്, റിയലൈസേഷൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറ്റി എഴുതാണ്. അങ്ങനെ മാറ്റി എഴുതുമ്പോഴും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. എന്ത് മാറ്റണ്ട, അസറ്റുകളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റുന്നത്. ബാങ്കിൽ കിടക്കുന്ന ക്യാഷ് നമുക്ക് വിൽക്കാനുണ്ടോ, ഇല്ല, അത് നമ്മുടെ കയ്യിൽ പണമായിട്ട് തന്നെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്യാഷ് അറ്റ് ബാങ്ക് മാറ്റണ്ട. ഓക്കെ, അസറ്റ്സ് മാറ്റുമ്പോൾ ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്കോ മാറ്റണ്ട. പിന്നെ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡെബിറ്റ് ബാലൻസ് എന്ന് എന്തെങ്കിലും തന്നാൽ അതും മാറ്റണ്ട, കാരണം അത് ലോസാണ്. ഇതൊന്നും നമുക്ക് വിൽക്കാൻ പറ്റിയ അസറ്റ് അല്ലല്ലോ, അതുകൊണ്ട് അത് രണ്ടും മാറ്റണ്ട കേട്ടോ. ഇതിലില്ല, പക്ഷെ ഇൻ കേസ് വേറെ ചോദ്യത്തിൽ വന്നാലും അതുകൂടി വരുള്ളൂ. അപ്പോൾ അത് രണ്ടും ക്വസ്റ്റ്യനിൽ കണ്ടാൽ അത് മാറ്റണ്ട. അതല്ലാത്ത ബാക്കി കാര്യങ്ങൾ മാറ്റണം. അപ്പോൾ മാറ്റാലോ, സ്റ്റോക്ക് 7,500 എഴുതാ, ടു സ്റ്റോക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ മാറ്റേണ്ടത്, ടു സ്റ്റോക്ക് 7,500. പിന്നെ അടുത്തത് ഡെറ്റേഴ്സ് 21,500 ഉണ്ട്, പ്രൊവിഷനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് ആണ്, പ്രൊവിഷൻ ബാധിക്കാതെ ഡെറ്റേഴ്സ് വേണം 21,500 എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റാം. ടു ഡെറ്റേഴ്സ് 21,500. പിന്നെ ഇവിടെ പ്രൊവിഷൻ കിടക്കുന്നുണ്ടല്ലോ, ഏത് ചോദ്യമാണെങ്കിലും ഇങ്ങനെയാട്ടോ ചെയ്യുന്നത്. ഈ പ്രൊവിഷൻ എന്ന് പറയുന്നത് നമുക്കൊരു ബാധ്യതയാണ്. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ കൂട്ടത്തിൽ മാറ്റേണ്ട ഒരു കാര്യമാണ് പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷൻ 500 നമ്മൾ എന്ത് ചെയ്തത്, ഈ ലയബിലിറ്റീസ് മാറ്റിയ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ താഴെ എഴുതി വെച്ചാൽ മതി, ക്രെഡിറ്റേഴ്സിൻ്റെ താഴെ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് 500. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി പിന്നെ എന്താ അസറ്റ് മാറ്റാനുള്ളത്, ഫിക്സഡ് അസറ്റ് 36,500. അപ്പോൾ ഇവിടെയാണ് ഓപ്പോസിറ്റ് സൈഡിലേക്കല്ലേ മാറ്റേണ്ടത്, ടു ഫിക്സഡ് അസറ്റ് 36,500.
ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാ അസറ്റ്സും എല്ലാ ഔട്ട്സൈഡ് ലയബിലിറ്റീസും നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി ഇതേപോലെ തന്നെ ഇത്രയും നമ്മൾ ഒരുമിച്ച് മാറ്റി ഇത്രയും ഐറ്റംസ് ഉണ്ടല്ലോ, അത് ഇപ്പുറത്തെ സൈഡിലേക്ക് എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ റിയലൈസേഷൻ്റെ ഇപ്പുറ സൈഡിലേക്ക് എഴുതാം. അത് എഴുതുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോക്കും ഡെറ്ററും ഫിക്സഡ് അസറ്റും ഒക്കെ വിറ്റ് കിട്ടിയ പൈസ എന്നുള്ള രീതിയിൽ എഴുതുന്നത്. അപ്പോൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ സ്റ്റോക്കിനെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. സ്റ്റോക്കിനെ പറ്റി പറയുന്നത് എന്താ? സ്റ്റോക്ക് വിറ്റ് 7000 ആണ് കിട്ടിയതെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ ബാങ്ക് പണം കിട്ടി. എങ്ങനെ കിട്ടിയേ? സ്റ്റോക്ക് വിറ്റിട്ടാണ്. സ്റ്റോക്ക് വിറ്റിട്ട് 7000 കിട്ടി. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്തത് എന്താണ് ഐറ്റം? ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിനെ പറ്റിയിട്ട് എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നതെന്ന് നോക്കാം. ഡെറ്റേഴ്സ് 5% കുറച്ചാണ് നമുക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഡെറ്റേഴ്സിൻ്റെ 5% എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഡെറ്റേഴ്സിൻ്റെ 5% എത്രയാ? ക്വസ്റ്റ്യനിൽ ഡെറ്റേഴ്സ് എത്രയാണ് തന്നിരിക്കുന്നത്? 21,500 ആണ്. 21,500ൻ്റെ 5% എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വരുന്നത്? 21,500 × 5/100 ചെയ്യുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് ഡെറ്റേഴ്സിൻ്റെ വരുന്നത്? ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് വരുന്നത് 1075 ആണ്. ഓക്കെ, 1075 ആണ് എന്ത് വരുന്നത്? 1075 എന്ന് പറയുന്നതാണ് 5%. ഒന്നുകൂടി പറയാം, അതായത് ഡെറ്റേഴ്സ് എന്ന് പറയുന്നത്, ഓക്കെ, ഡെറ്റേഴ്സ് എന്ന് പറയുന്നത് 21,500. പ്രൊവിഷൻ നോക്കണ്ട, 21,500. അതിൻ്റെ 5% ഇൻറ്റു 5/100 ഇൻറ്റു 5/100 എന്ന് പറയുമ്പോൾ 1075. സോ അത്രയും കുറഞ്ഞ നമുക്ക് കിട്ടിയത്. അപ്പോൾ 21 ഇവിടെ നോക്കുക, 21,500 നിന്ന് ആ 1075 രൂപ കുറച്ചാൽ നമുക്ക് കിട്ടിയത്. അതായത് 20,425 രൂപയാണ് ഡെറ്റേഴ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 20,425 രൂപ വേണം ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് ഡെറ്റേഴ്സ് എഴുതാൻ. ഡെറ്റേഴ്സ് വിറ്റ് നമുക്ക് കിട്ടിയ പൈസയാണ്. ഓക്കെ, ഡെറ്റേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടിയത് 20,425 രൂപ. പിന്നെ ഇനി ഏതാ ഉള്ളത്? ഫിക്സഡ് ആസറ്റ് അല്ലേ? ഫിക്സഡ് ആസറ്റ് 36,500. അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്താ പറയുന്നത് ഫിക്സഡ് ആസറ്റിനെ പറ്റിയിട്ട്? ഫിക്സഡ് ആസറ്റ് വിറ്റ് 42,000 രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ ബൈ ബാങ്ക് ഇവിടെ എഴുതാം. ഓക്കെ, ബൈ ബാങ്ക് എന്ത് വിറ്റതാണ്? ഫിക്സഡ് ആസറ്റ് വിറ്റതാണ്. ഫിക്സഡ് ആസറ്റ് വിറ്റിട്ട് കിട്ടിയത് 42,000. ഓക്കെ, ഫിക്സഡ് ആസറ്റ് നമുക്ക് കിട്ടിയത് 42,000. അപ്പോൾ നമ്മൾ ഇവിടെ കിടന്ന എല്ലാ ആസറ്റ്സും എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങോട്ട് മാറ്റി. ഇതാ ഒരുമിച്ച് ഇങ്ങോട്ട് മാറ്റി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ കിടക്കുന്ന എല്ലാ ലയബിലിറ്റിയും ഇങ്ങോട്ട് മാറ്റണം. അപ്പോൾ ഇങ്ങോട്ട് മാറ്റാണ് എന്തിനു വേണ്ടി? അത് പേ ചെയ്യാനാണ്. നമ്മൾ ക്രെഡിറ്ററിനെ പേ ചെയ്യാണ്. ടു കാശ് പോകുമ്പോൾ എന്താണ്? ബാങ്ക് പോകുമ്പോൾ ടു ബാങ്ക്. ടാറ്റ കൊടുത്തല്ലേ നമ്മളിവിടെ വന്നത്? ടു പണം പോകുമ്പോൾ എപ്പോഴും ടു ചേർത്ത് വേണം. ഇപ്പം ടു ബാങ്ക്. ബാങ്കിൽ നിന്ന് പണം പോയി. എങ്ങനെയാണ് പോകുന്നത്? ക്രെഡിറ്റർ എന്ന പേരിലാണ് പോയത്. ക്രെഡിറ്റർ എന്ന പേരിൽ എത്ര പോയി? ക്വസ്റ്റ്യനിൽ നോക്കാം. ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ് ഇൻ ഫുൾ. അവർക്ക് എത്രയാണോ കിട്ടാനുള്ളത് അത് മൊത്തം കൊടുത്തു എന്നാണ് പറയുന്നത്. ക്രെഡിറ്ററിൻ്റെ എമൗണ്ട് എത്രയാ? 48 അല്ലേ? അത് തന്നെയാണ് അയാൾക്ക് കൊടുത്തതെന്ന് പറയുന്നത്. പിന്നെ പ്രൊവിഷൻ ഉണ്ട് അല്ലേ? പ്രൊവിഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ കുറച്ച് മാറ്റി വെക്കുന്ന തുക ഇത് പേ ചെയ്യാനുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമെങ്കിലും പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റേണ്ട. പേ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവിഷൻ ഒരിക്കലും പിന്നെ രണ്ടാമത് ട്രാൻസ്ഫർ ചെയ്യേണ്ട. ഓക്കെ, പ്രൊവിഷൻ ആദ്യം ലയബിലിറ്റീസിൻ്റെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ ചെയ്തു. രണ്ടാമത് പ്രൊവിഷൻ പിന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണ്ട. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം, വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ ഡെറ്റേഴ്സ് എഴുതി, സ്റ്റോക്ക് എഴുതി, ഫിക്സഡ് അസറ്റ് എഴുതി, ക്രെഡിറ്റ് എഴുതി. റിയലൈസേഷൻ എക്സ്പെൻസ് ഒരു 1,500 രൂപ വന്നിട്ടുണ്ട് അല്ലേ? റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് നമ്മൾ പേ ചെയ്യണം. പേ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? പണം പോകുകയാണ് ടു ബാങ്ക്. ടു ബാങ്ക് തന്നെ. എന്തുകൊണ്ടാണ് ബാങ്ക് വന്ന്? റിയലൈസേഷൻ എക്സ്പെൻസ് 1,500 രൂപ. ഓക്കെ, അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. എന്താ ചെയ്തത്? അസറ്റ് എല്ലാം അപ്പുറത്തുനിന്ന് ഇപ്പുറം ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി. ലയബിലിറ്റീസ് എല്ലാം അപ്പുറത്തുനിന്ന് ഇപ്പുറം ഓപ്പോസിറ്റ് സൈഡിലേക്ക് എഴുതി. ദെൻ ഡെറ്റേഴ്സിൽ നിന്ന് പ്രൊവിഷൻ ഇപ്പുറത്തെ ലയബിലിറ്റിയുടെ കൂട്ടത്തിലാണ് എഴുതിയത്. അതിനുശേഷം ഈ അസറ്റ്സ് എല്ലാം നമ്മൾ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ പാർട്ട്ണർ എടുത്തു എന്ന് പറഞ്ഞാൽ ബൈ ബാങ്ക് മാറി ബൈ പാർട്ട്ണർ എന്ന് എഴുതണം കേട്ടോ. ഇവിടെ പാർട്ട്ണർ എടുക്കാത്തതുകൊണ്ട് ഇതൊക്കെ വിറ്റ് പണം കിട്ടിയതുകൊണ്ട് ബൈ ബാങ്ക് എന്ന് എഴുതി. പാർട്ട്ണർ എടുത്തു എന്ന് പറഞ്ഞാൽ അത് ബൈ പാർട്ട്ണർ എന്ന് എഴുതിക്കൊള്ളണം. പിന്നെ ഇവിടെ കിടന്ന ലയബിലിറ്റീസ് പ്രൊവിഷൻ എടുക്കാതെ ക്രെഡിറ്റർ മാത്രം ഇങ്ങോട്ട് എടുത്ത് നമ്മൾ അതും പേ ചെയ്തു ടു ബാങ്ക്. പാർട്ട്ണർ പേ ചെയ്തു എന്ന് പറഞ്ഞാൽ ടു പാർട്ട്ണർ എന്ന് എഴുതിക്കൊള്ളണം. പിന്നെ റിയലൈസേഷൻ എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അതും നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇനി ഇത് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് നമ്മൾ ടോട്ടൽ ചെയ്താൽ മതി. ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് സൈഡാണ് കൂടുതൽ എന്ന് നോക്കാം. നമുക്ക് സൈഡ് കൂടുതൽ വരുന്നത് ഈ സൈഡിൽ തന്നെയല്ലേ നമുക്ക് എമൗണ്ട് കൂടുതൽ വരുന്നത്. എത്ര വരുന്നുണ്ട്? 48,000, 500, 7,000, 20,425, 42,000. അങ്ങനെ ടോട്ടൽ
1,17,925 ഈ സൈഡിൽ ടോട്ടൽ വരുന്നത്. രണ്ട് സൈഡിലും നോക്കണം, പക്ഷേ ഇത് നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ ഈ സൈഡാണ് കൂടുതലെന്ന് അറിയാലോ. സോ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ എമൗണ്ടുകളെല്ലാം നമ്മൾ കുറയ്ക്കുക. അപ്പോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറയ്ക്കുമ്പോൾ 7,500 കുറയ്ക്കുക, 21,500 കുറയ്ക്കുക, 36,500 കുറയ്ക്കുക, 48,000 കുറയ്ക്കുക, 1,500 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് ഡിഫറൻസ് എത്ര കിട്ടുന്നത്? 2,925 കിട്ടും. ഓക്കെ, ഡിഫറൻസ് നമുക്ക് കിട്ടുന്നത് 2,925. ഇതെന്താണ്? ഈ റിയലൈസേഷൻ നടന്നതിൻ്റെ പ്രോഫിറ്റാണ്. ഓക്കെ, റിയലൈസേഷൻ നടന്നതിന് പ്രോഫിറ്റാണ്. ഇത് ആർക്ക് കിട്ടും? പഴയ പാർട്ട്നേഴ്സിന്. ഈ പഴയ പാർട്ട്നേഴ്സ് അല്ല, ആ പാർട്ട്നേഴ്സിന് എല്ലാവർക്കും കൂടി അവരുടെ ഓൾഡ് റേഷ്യോയിൽ സുപ്രിയയ്ക്കും മോണികയ്ക്കും 3:2 കിട്ടും. അപ്പോൾ ടു സുപ്രിയാസ് ക്യാപിറ്റൽ ടു മോണിക്കാസ് ക്യാപിറ്റൽ. ഓക്കെ, മോണിക്കാസ് ക്യാപിറ്റൽ 2,925 അവരുടെ റേഷ്യോ ആയിട്ടുള്ള 3:2 വീതിക്കുമ്പോൾ 2,925 ഇൻറ്റു 3:2 അല്ലേ, 3/5 ഇൻറ്റു 2/5. അങ്ങനെ ചെയ്യുമ്പോൾ 1,755 കിട്ടും, 1,170 കിട്ടും. ഇത്രയേ ഉള്ളൂ റിയലൈസേഷൻ. ഇത്രയേ ഉള്ളൂ മക്കളെ. ഇനി ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോകുക. അത്രയേ ഉള്ളൂ. റിയലൈസേഷൻ ഭയങ്കര സിമ്പിളാണ്. ഇതാണ് മോഡൽ എക്സാമിന് എല്ലാവരും ശരിയാക്കണം കേട്ടോ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന്